നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. രാത്രികാല പരിശോധനയിൽ 100ഓളം മോഷണക്കേസിലെ പ്രതി പോലീസ് പിടിയിൽ. കല്ലടയാറ്റിൽ കുളിക്കാനിറങ്ങിയ യുവാവിനെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. പത്തനാപുരം മഞ്ചള്ളൂർ ആദംകടവിലാണ് സംഭവം. ദേശീയപാതയിൽ വാളക്കോടിന് സമീപം വാഹനാപകടം. 4 പേരുടെ നില ഗുരുതരം. വാർത്തകൾ വിശദമായി. രാത്രികാല പരിശോധനയിൽ 100ഓളം മോഷണക്കേസുകളിലെ പ്രതിയെ പുനലൂർ പോലീസ് പിടികൂടി. പുനലൂർ സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മോഷ്ടാവിനെ കുടുക്കിയത്. പിടിയിലായത് അന്തർ സംസ്ഥാന മോഷണ സംഘത്തിലെ കണ്ണിയെന്ന് സൂചന. 100ഓളം മോഷണക്കേസിലെ പ്രതി പുനലൂർ പോലീസിന്റെ പിടിയിൽ. പുനലൂർ സിഐ മഞ്ജുലാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം രാത്രികാല പരിശോധന നടത്തുന്നതിനിടെയാണ് പ്രതി പിടിയിലായത്. പുനലൂർ വാളക്കോട് കലയനാട് പുതുപ്പടപ്പിൽ ബിനുഷ ഭവനിൽ സുരേഷ് കുമാറാണ് പിടിയിലായത്. പിടിയിലാകുമ്പോൾ സുരേഷ് കുമാർ മോഷണം നടത്തുന്നതിനുള്ള ശ്രമത്തിലായിരുന്നു. സ്റ്റേഷനിലെത്തിച്ച് നടത്തിയ ചോദ്യം ചെയ്യലിൽ പുനലൂർ, കൊട്ടാരക്കര, പത്തനാപുരം, അഞ്ചൽ ഭാഗങ്ങളിലായി 100ൽ പുറത്ത് മോഷണം നടത്തിയിട്ടുള്ളതായി പ്രതി സമ്മതിച്ചെന്ന് സിഐ മഞ്ജുലാൽ പറഞ്ഞു. പത്തനാപുരം കടയ്ക്കാമൺ സ്വദേശിയായ സുരേഷ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് കലയനാട് താമസമാക്കുന്നത്. വ്യാപാര സ്ഥാപനങ്ങൾ, വർക്ക്ഷോപ്പ്, ആശുപത്രി എന്നിവിടം കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും മോഷണം നടത്തുന്നത്. രോഗികളോടൊപ്പം ആശുപത്രിയിൽ എത്തുന്ന സ്ത്രീകളുടെ ബാഗ് തട്ടിയെടുത്ത് പണവും മൊബൈൽ ഫോണും എടുത്ത ശേഷം ബാഗ് ഉപേക്ഷിക്കുകയാണ് പതിവ്. പുനലൂർ പട്ടണത്തിൽ നടന്ന വലുതും ചെറുതുമായ നിരവധി മോഷണങ്ങളിൽ സുരേഷ് കുമാറിന് പങ്കുള്ളതായി സിഐ അറിയിച്ചു. കൊട്ടാരക്കര, പത്തനാപുരം എന്നീ സ്ഥലങ്ങളിലെ കടകള്, വീടുകള്, മൊബൈൽ ഷോപ്പുകൾ ഇവ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം 100ഓളം കേസിലെ പ്രതിയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത്. അയാളെ രാത്രിയിൽ കഴിഞ്ഞ ദിവസം മോഷണ ശ്രമത്തിനിടയിൽ നൈറ്റ് പെട്രോൾ പോയ സമയത്ത് ഞങ്ങൾ സംശയാസ്പദമായിട്ട് കണ്ട് അയാളെ ചോദ്യം ചെയ്തപ്പോൾ നേരത്തെ ഇവിടെ തന്നെ പുനലൂർ തന്നെ 2003 ഒരു കേസിൽ റിമാൻഡിൽ കഴിഞ്ഞിട്ടുള്ള ആളാണെന്ന് മനസ്സിലായി. മോഷണത്തിന് വന്നതാണെന്ന് മനസ്സിലായി കൂട്ടിക്കൊണ്ടുവന്ന് സ്റ്റേഷനിൽ വെച്ച് ചോദ്യം ചെയ്ത സമയത്താണ് വളരെയധികം കേസുകൾ ഈ ടൗണുകളിൽ എല്ലാ കടകൾക്കും മിക്കവാറും ഒരു 4-5 വർഷമായിട്ടുണ്ടായിരിക്കുന്ന എല്ലാ കേസുകളിലും കടകളിലെയും ഒക്കെ വീടുകളിലും ടൗൺ അടുത്തുള്ള വീടുകളിലും ഒക്കെ ഉള്ള മോഷണത്തിന് ഒരു തുമ്പുണ്ടാക്കാൻ അത് കഴിഞ്ഞു. പുനലൂർ എസ് ഐ KS ഗോപകുമാർ, ASI-മാരായ A രാജനാചാരി, തുളസീധരൻ, KC ചെറിയൻ, ഷാജഹാൻ, പ്രഭാകരൻ പിള്ള എന്നിവരാണ് സിഐക്കൊപ്പം ഉണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പെട്രോൾ പമ്പ് ഉടമകൾ സംസ്ഥാനത്ത് ആഹ്വാനം ചെയ്ത പമ്പടച്ചിൽ സമരം ജില്ലയിൽ പൂർണ്ണം. ഇന്ധനം ലഭിക്കാതെ സ്വകാര്യ വാഹനങ്ങൾ വഴിയിലായത് യാത്രക്കാരെ വലച്ചു. ആംബുലൻസ് സർവീസുകൾ തടസ്സപ്പെട്ടത് രോഗിക്ക് വൈദ്യസഹായം നൽകുന്നതിലും കാലതാമസം വരുത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായി പെട്രോൾ പമ്പ് ഉടമകൾ നടത്തിയ പമ്പടച്ചിട്ടുള്ള സമരം പുനലൂരിലും കിഴക്കൻ മേഖലയിലും പൂർണ്ണമായിരുന്നു. തിങ്കളാഴ്ച പുനലൂർ അടക്കമുള്ള ജില്ലയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും പെട്രോൾ പമ്പുകൾ പ്രവർത്തിച്ചില്ല. മാനദണ്ഡങ്ങൾ പാലിക്കാതെ എണ്ണ കമ്പനികൾ പുതിയ പമ്പുകൾ തുടങ്ങുന്നതിനായി പ്രസിദ്ധീകരിച്ച 1500ഓളം നോട്ടിഫിക്കേഷനുകൾ പിൻവലിക്കുക, മാനദണ്ഡങ്ങൾ പാലിക്കാതെ ജില്ലാ കളക്ടർമാർ എണ്ണ കമ്പനികൾക്ക് നൽകിയിട്ടുള്ള NOCകൾ റദ്ദു ചെയ്യുക, നിലവിൽ പ്രവർത്തിക്കുന്ന പമ്പുകൾക്ക് കേരള സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള അനാവശ്യ ലൈസൻസുകൾ പിൻവലിക്കുക, താപവ്യതിയാനം മൂലമുണ്ടാകുന്ന ഇന്ധന നഷ്ടം പരിഹരിക്കുവാൻ സത്വര നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പമ്പുകൾ അടച്ചിട്ട് സമരം നടത്തിയത്. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഫെബ്രുവരി 18, 19 തീയതികളിൽ 48 മണിക്കൂർ പമ്പുകൾ അടച്ചിടുമെന്നും സൂചനാ പണിമുടക്കിലൂടെ മുന്നറിയിപ്പ് നൽകി. പമ്പടച്ചുള്ള സമരത്തെ തുടർന്ന് സ്വകാര്യ വാഹനങ്ങളും മറ്റും ഇന്ധനം ലഭിക്കാതെ പാതി വഴിയിലായി. ഇന്ധന ലഭ്യത കുറവ് ആംബുലൻസ് സർവീസുകളെയും ബാധിച്ചു. ഇത് കാരണം അടിയന്തര വൈദ്യസഹായം എത്തിക്കേണ്ട സംഭവങ്ങൾക്ക് മണിക്കൂറുകളോളം കാലതാമസം നേരിട്ടു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രവർത്തനം തുടങ്ങും മുമ്പ് സ്കൂൾ കെട്ടിടത്തിന്റെ പുതിയ ബ്ലോക്ക് തകർന്നു. ഒറ്റക്കൽ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ MLAയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടമാണ് തകർന്നത്. കൊല്ലം കേന്ദ്രമാക്കിയുള്ള കൺസ്ട്രക്ഷൻ കമ്പനിയാണ് 75 ലക്ഷത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഒറ്റക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ ബ്ലോക്കിന്റെ ക്ലാസ് മുറികളും കോൺക്രീറ്റും തകർന്ന നിലയിൽ. ഉദ്ഘാടനം നിർവഹിച്ചിട്ടില്ലാത്ത കെട്ടിടത്തിന്റെ ക്ലാസ് മുറികളിലെ നിലത്തും പടികളും ടെറസുമാണ് നിർമ്മാണം പൂർത്തീകരിച്ച് മാസങ്ങൾക്കകം തകർന്ന നിലയിൽ ആയത്. MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച 75 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ബ്ലോക്കിന്റെ പണി 5 മാസം മുൻപ് പൂർത്തിയാക്കിയത്. 2 നിലകളുള്ള കെട്ടിടത്തിന്റെ ടെറസിലെ പ്ലാസ്റ്ററിംഗ് തകർന്നതിനാൽ മഴക്കാലത്ത് ചോർച്ചയുണ്ടാകാൻ സാധ്യതയുള്ളതായി വിലയിരുത്തപ്പെടുന്നു. മുകൾ നിലയിൽ ക്ലാസ് റൂം പ്രവർത്തിക്കുന്നില്ലെങ്കിലും ഇവിടുത്തെ പടിക്കെട്ടുകൾ തകർന്ന നിലയിലാണ്. കൊല്ലം ആസ്ഥാനമായുള്ള സ്വകാര്യ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് നിർമ്മാണം ഏറ്റെടുത്തിരുന്നത്. എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പരിശോധിച്ചത് PWD വിംഗ് ആണെന്നും പരിശോധനയിൽ നിർമ്മാണത്തിലെ അശാസ്ത്രീയത അവഗണിച്ച് കോൺട്രാക്ടർക്ക് അനുകൂല നിലപാട് സ്വീകരിച്ചുവെന്നും ആക്ഷേപമുണ്ട്. സ്കൂൾ അധികൃതരും PTA പ്രശ്നം കോൺട്രാക്ടറെ ധരിപ്പിച്ചിരുന്നു. എന്നാൽ ഉദ്ഘാടനം ചെയ്യുന്നതിനു മുൻപ്
മെയിന്റനൻസ് ചെയ്ത് നൽകാമെന്ന് ഇയാൾ ഉറപ്പ് നൽകിയത്രേ. തുടർന്ന് ഉദ്ഘാടനം തീരുമാനിച്ച് നോട്ടീസ് അച്ചടിച്ചിട്ടും കോൺട്രാക്ടർ വാക്കുപാലിക്കാത്തതിനാൽ ഉദ്ഘാടനം മാറ്റിവെക്കുകയായിരുന്നുവെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. MLA ഇടപെട്ട് പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്ന് സ്കൂൾ അധികൃതരും PTAയും ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തെന്മല. പുനലൂരിൽ നിന്നും ഒരു ദേശീയ താരം കൂടി പിറവിയെടുക്കുന്നു. പേപ്പർമിൽ സ്വദേശി B. സുരേന്ദ്രനാണ് നടത്ത മത്സരത്തിൽ ഇന്ത്യയുടെ താരമാകുന്നത്. ജപ്പാനിൽ നടക്കാനിരുന്ന മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിലാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിക്കാൻ സുരേന്ദ്രൻ യോഗ്യത നേടിയത്. 45 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ അന്താരാഷ്ട്ര മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാനാണ് പുനലൂർ പേപ്പർമിൽ സ്വദേശി സരസ്വതി വിലാസത്തിൽ V. സുരേന്ദ്രന് യോഗ്യത ലഭിച്ചത്. ഈ മാസം 6 മുതൽ 9 വരെ മംഗലാപുരം മംഗള സ്റ്റേഡിയത്തിൽ നടന്ന 34ാമത് ഇന്ത്യൻ മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലാണ് സുരേന്ദ്രൻ ഇന്ത്യയുടെ താരമായത്. 5 കിലോമീറ്റർ നടത്തത്തിൽ വെള്ളി മെഡലും 800 മീറ്റർ ഓട്ടത്തിൽ വെങ്കല മെഡലും നേടിയാണ് സുരേന്ദ്രൻ കേരളത്തിന്റെ അഭിമാനമായത്. അടുത്തുതന്നെ ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ പങ്കെടുക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ കായിക താരം. കുട്ടിക്കാലം മുതൽ തന്നെ കായിക രംഗത്ത് ശ്രദ്ധ ചെലുത്തിയിരുന്ന സുരേന്ദ്രൻ ഇപ്പോൾ നേവൽ ആർമമെന്റ് ഡിപ്പോയിൽ സൈനിക ഉദ്യോഗസ്ഥനാണ്. നിരവധി റെക്കോർഡുകളും വ്യക്തിഗത ചാമ്പ്യൻഷിപ്പുകളും നേടിയ സുരേന്ദ്രൻ തന്റെ പുതിയ വിജയത്തിനായി ഇതിനകം തന്നെ പരിശീലനം തുടങ്ങിക്കഴിഞ്ഞു. നേരത്തെ കേരള യൂണിവേഴ്സിറ്റി റെക്കോർഡ് ഹോൾഡറാണ്. 6 പ്രാവശ്യം ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും നിലവിൽ കേരള യൂണിവേഴ്സിറ്റി റെക്കോർഡ് എൻ്റെ പേരിലുണ്ട്. ഞാൻ ആർമിയിൽ സർവീസ് ചെയ്യുകയാണ്. അപ്പം കഴിഞ്ഞ സ്റ്റേറ്റ് മീറ്റിൽ 3 ഫസ്റ്റും 1 സെക്കൻഡും വന്ന് ഇൻഡിവിജ്വൽ ചാമ്പ്യനായി. അതിനുശേഷം നാഷണൽ മീറ്റിന് സെലക്ഷൻ കിട്ടി. മാംഗ്ലൂരിൽ മംഗള സ്റ്റേഡിയത്തിൽ നടന്ന നാഷണൽ മീറ്റിൽ 5 കിലോമീറ്റർ വാക്കിൽ 2ാം സ്ഥാനവും 800 മീറ്റർ ഓട്ടത്തിൽ 3ാം സ്ഥാനം വന്ന് ഏഷ്യൻ മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. കാലത്തും വൈകിട്ടും നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് ഇതിനു വേണ്ടിയിട്ട് നിരന്തരം നല്ലപോലെ പ്രാക്ടീസ് ചെയ്തിട്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരത്ത് കല്ലടയാറ്റിൽ കുളിക്കാനിറങ്ങിയ കൊല്ലം സ്വദേശിയായ യുവാവിനെ ഒഴുക്കിൽ കാണാതായി. മഞ്ചള്ളൂർ ആദങ്കോട് കടവിലാണ് സംഭവം. യുവാവിനായി രാത്രി വൈകിയും തിരച്ചിൽ തുടരുന്നു. പത്തനാപുരത്ത് കല്ലടയാറ്റിൽ കുളിക്കാനിറങ്ങിയ യുവാവിനെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. കൊല്ലം അയത്തിൽ സാരഥി ജംഗ്ഷനിൽ മടത്തിൽവിള വീട്ടിൽ ഉണ്ണുണ്ണിയുടെ മകൻ 23-കാരനായ വിഷ്ണുവിനെയാണ് കല്ലടയാറ്റിൽ കാണാതായത്. ആദങ്കോട് ചാത്തൻസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് കുണ്ടയം ഷൈനി ഭവനിൽ ഷൈജുവിന്റെ വീട്ടിൽ വിരുന്നിനെത്തിയ യുവാവിനെയാണ് കാണാതായത്. സുഹൃത്തുക്കളായ 4 പേർ ചേർന്ന് കുളിക്കുന്നതിനിടെ വിഷ്ണുവിനെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. രാവിലെ 11 മണിയോടെയാണ് സംഭവം. കല്ലടയാറ്റിൽ ആദങ്കോട് ബിരിയൻകുന്ന് കടവിൽ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് തിരച്ചിൽ തുടരുകയാണ്. കഴിഞ്ഞ 4 ആഴ്ചയോടെ കല്ലടയാറ്റിൽ മഞ്ചള്ളൂർ ആദങ്കോട് ഭാഗത്ത് അടുത്തടുത്ത കടവുകളിലായി 2 പേരുടെ ജീവൻ പൊലിഞ്ഞിരുന്നു. കാണാതായ വിഷ്ണു കൊല്ലത്ത് വർക്ക്ഷോപ്പിൽ ജീവനക്കാരനാണ്. വൈകുന്നേരവും തിരച്ചിൽ തുടരുകയാണ്. പത്തനാപുരം അസിസ്റ്റന്റ് SI M. പ്രദീപിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘവും തിരച്ചിലിന് നേതൃത്വം നൽകുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. തെന്മല ഒറ്റക്കൽ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓഡിറ്റോറിയം നിർമ്മിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ നിർമ്മാണത്തിന് ശിലപാകി. ജില്ലാ പഞ്ചായത്തിന്റെ 15 ലക്ഷം രൂപ ചെലവഴിച്ചാണ് സ്കൂൾ അങ്കണത്തിൽ ഓഡിറ്റോറിയം നിർമ്മിക്കുന്നത്. നിലവിൽ ക്ലാസ് മുറികളിലും സ്കൂൾ ഗ്രൌണ്ടിലുമായാണ് സ്കൂളിലെ വിവിധ ചടങ്ങുകൾ നടത്തുന്നത്. ഓഡിറ്റോറിയം നിർമ്മാണത്തോടെ സ്കൂൾ അധികൃതരുടെ നീണ്ടകാല അഭിലാഷമാണ് സഫലമാകുന്നത്. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. സ്കൂളിന്റെ സൌകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ മാത്രമേ ഭരണകൂടങ്ങൾക്ക് കഴിയൂവെന്നും പഠനവും ഭാവിയും കുട്ടികളുടെ കയ്യിലാണെന്നും അദ്ദേഹം പറഞ്ഞു. തരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. മുഴുവൻ കുട്ടികളെയും മികച്ച നിലയിൽ വിജയിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന പ്രിൻസിപ്പലിന്റെ പ്രഖ്യാപനം. അതോടൊപ്പമാണ് ചില പരിസ്ഥിതികൾ സ്കൂൾ നേരിടുന്നുണ്ട് എന്നുള്ള കാര്യവും ഞങ്ങളുടെ ശ്രദ്ധയിൽ തന്നെ പെടുത്തിയിട്ടുണ്ട്. പൊതുസമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം SC സഞ്ജയ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ശശിധരൻ അധ്യക്ഷനായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ S. ബീന, പ്രഥമാധ്യാപിക N. ജയശ്രീ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം B. അശോക് കുമാർ, തെന്മല ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ VM സലീം, VS മണി, റീന സജീവ്, സ്കൂൾ PTA പ്രസിഡന്റ് S. ബാഹുലേയൻ, PTA അംഗം അജി കാർത്തികേയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തെന്മല. ആര്യങ്കാവ് സെന്റ് മേരീസ് UP സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഈ മാസം 13 മുതൽ 15 വരെ നടക്കും. ശനിയാഴ്ച നടക്കുന്ന ജൂബിലി സമ്മേളനം സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. തിങ്കളാഴ്ച രാവിലെ 11-ന് തെന്മല ഡാം IBയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. വ്യാഴാഴ്ച പതാക ഉയർത്തലും പൊതുസമ്മേളനവും നടക്കും. വെള്ളിയാഴ്ച പൂർവാധ്യാപക വിദ്യാർത്ഥി സംഗമവും സ്നേഹവിരുന്നും സംഘടിപ്പിച്ചിട്ടുണ്ട്. ശനിയാഴ്ച സാംസ്കാരിക ഘോഷയാത്രയും ജൂബിലി സമ്മേളനവും നടക്കും. പൂർവ്വ വിദ്യാർത്ഥി സംഗമം കുരീപ്പുഴ ശ്രീകുമാറും ജൂബിലി സമ്മേളനം സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയും ഉദ്ഘാടനം ചെയ്യും. സൂര്യ സിംഗേഴ്സ് അവതരിപ്പിക്കുന്ന ഗാനമേളയും അരങ്ങേറും.
ആര്യങ്കാവ് UP സ്കൂൾ പ്രഥമാധ്യാപിക സിസ്റ്റർ ആൻസി ജെയിംസ്, ആര്യങ്കാവ് LP സ്കൂൾ ഹെഡ്മാസ്റ്റർ N രവീന്ദ്രൻ നായർ, PTA പ്രസിഡന്റ് തോമസ് മൈക്കിൾ, ആഘോഷ കമ്മിറ്റി അംഗം ഖമറുദ്ദീൻ, സിസ്റ്റർ ബിനീത ജോസഫ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അന്നത്തെ ദിവസം ഉദ്ഘാടനം ചെയ്യുന്നത് റവറന്റ് ഫാദർ ജോൺ പരുവപ്പറമ്പിൽ, വികാരി സെന്റ് മേരീസ് ചർച്ച് ആര്യങ്കാവ്. അതിനുശേഷം കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ്. 2014 ഫെബ്രുവരി 14 വെള്ളിയാഴ്ച പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമവും സ്നേഹവിരുന്നും. ഒരു വട്ടം കൂടി ഓർമ്മകളുടെ അക്ഷരമുറ്റത്ത്. അന്നത്തെ ദിവസം ഉദ്ഘാടനം ചെയ്യുന്നത് റവറന്റ് സിസ്റ്റർ ആഗ്നസ് TT, മുൻ ഹെഡ് മിസ്ട്രസ്. ന്യൂസ് ബ്യൂറോ, തെന്മല. പുനലൂർ ചെങ്കോട്ട തീവണ്ടി പാതയിലെ മുടങ്ങിക്കിടന്ന നവീകരണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു. ഇടമൺ കഴുതുവെട്ടി റീച്ചിലെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് വീണ്ടും തുടങ്ങിയത്. പുതിയ നിർമ്മാണ കമ്പനി കരാർ ഏറ്റെടുത്തതോടെയാണ് ഗേജുമാറ്റ ജോലികൾ തുടങ്ങാനായത്. മധുര KRS കൺസ്ട്രക്ഷൻസ് ആണ് കരാർ ഏറ്റെടുത്തിട്ടുള്ളത്. റീച്ചിന്റെ കരാർ ആന്ധ്രാപ്രദേശ് കേന്ദ്രമാക്കിയുള്ള റെയിൽവൺ പ്രോജക്ട് എന്ന കമ്പനിക്കാണെങ്കിലും MS മുതൽ തെന്മല വരെയുള്ള പാറക്കെട്ടുകളും മണ്ണും മാത്രം നീക്കം ചെയ്യാനുള്ള കരാറാണ് KRS ഏറ്റെടുത്തിട്ടുള്ളത്. നിർമ്മാണം തുടങ്ങുന്നതിന്റെ ഭാഗമായി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് നടത്തിയ പൂജാ ചടങ്ങുകളിൽ മധുര ഡിവിഷണൽ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ അനന്തരാമൻ മുഖ്യ അതിഥിയായി. റീച്ചിലെ 260 മീറ്റർ ദൈർഘ്യമുള്ള പണിയാണ് തിങ്കളാഴ്ച മുതൽ ആരംഭിച്ചത്. മതിയായ ഫണ്ട് ലഭ്യമല്ലാതിരുന്നത് മൂലമാണ് പണികൾ ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നതെന്ന് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ മാധ്യമങ്ങളെ അറിയിച്ചു. ഇതുകൂടാതെ 13 കണറ പാലത്തിന് സമീപത്തുള്ള വളവ് കണക്കിലെടുത്ത് പുതിയ തുരങ്കം നിർമ്മിക്കാൻ തീരുമാനിച്ചതായും ഇത് സംബന്ധിച്ച് കേന്ദ്രത്തിൽ 2 അഭിപ്രായമുള്ളതിനാൽ മറ്റൊരു എക്സാമിനേഷനു ശേഷം ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു. എന്നാൽ 2016 പണി പൂർത്തിയാക്കുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പ്രതികരിച്ചില്ല. So next year again we have the same question. Budget again, unless otherwise there is going to be substantial fund for Sengota Punadur. But we are hoping that we will get some good funds. Basically in the project period as on date, nobody can decide. It all depends on what funds we are going to get from them. ന്യൂസ് ബ്യൂറോ, തെന്മല. വ്യക്തിവൈര്യം തീർക്കാൻ പുനലൂർ പോലീസ് യുവാവിനെ കള്ളക്കേസിൽ കുടുക്കിയതായി പരാതി. തെന്മല സ്വദേശി നജീബാണ് പരാതിയുമായി രംഗത്ത് വന്നത്. ഹോം സിനിമയുടെ സ്ക്രീനിംഗിന്റെ മറവിൽ പണപ്പിരിവ് നടത്തുന്നുവെന്നാരോപിച്ച് പുനലൂർ SI കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച് എന്ന ആരോപണവുമായി യുവാവ് രംഗത്ത്. പുനലൂർ SI KS ഗോപകുമാറിനെതിരെയാണ് തെന്മല നജീബ് മൻസിലിൽ നജീബ് പരാതിയുമായി എത്തിയത്. 2013 ഡിസംബർ 29-നാണ് കേസിനാസ്പദമായ സംഭവം അരങ്ങേറുന്നത്. നജീബിന്റെ നേതൃത്വത്തിൽ ശിവൻ ഫ്രം തെങ്കാശി എന്ന പേരിൽ ചിത്രീകരിക്കുന്ന ഹോം സിനിമയുടെ സ്ക്രീനിംഗ് പുനലൂരിലെ ഒരു ഹോട്ടലിൽ നടത്തുകയായിരുന്നു. സ്ക്രീനിംഗിന് എത്തിയവരിൽ നിന്നും 250 രൂപ ഫീസിനത്തിൽ വാങ്ങിയിരുന്നു. ഇത് ഇവരുടെ ഭക്ഷണത്തിനും അതോടൊപ്പം 100 രൂപ വിലയുള്ള ഒരു CD നൽകുന്നതിനുമായിരുന്നത്രേ. ഇത് നജീബിന്റെ സ്വന്തം പേരിലും മൊബൈൽ നമ്പർ സഹിതം ചാനലുകളിൽ പരസ്യം ചെയ്യുകയും പുനലൂർ പോലീസിൽ വിവരം ധരിപ്പിച്ച ശേഷമായിരുന്നുവെന്നും നജീബ് പുനലൂരിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആദ്യമായി വരാൻ പോകുന്ന സിനിമയാണ് ഹോം സിനിമ. അതിലേക്ക് ഞാൻ എല്ലാ പ്രാദേശിക ചാനലുകളിലേക്കും പരസ്യം നൽകി. എൻ്റെ ഒറിജിനൽ അഡ്രസ്സ്, എൻ്റെ ഫോൺ നമ്പർ നൽകിയാണ് ഞാൻ പത്രങ്ങളിൽ പരസ്യം നൽകിയത്, ചാനലുകളിൽ പരസ്യം നൽകിയത്. സ്റ്റേഷനിൽ നിന്നും SI അദ്ദേഹത്തിൻ്റെ അനുവാദം വാങ്ങി പോലീസ് സ്റ്റേഷനിൽ പേപ്പർ നൽകിയാണ് ഞാൻ സംസം ഹോട്ടലിലേക്ക് പുതുമുഖങ്ങളെ വിളിച്ചു വരുത്തിയത്. അവരുടെ സമ്മതപ്രകാരമാണ് അവർ 250 രൂപ വെച്ച് റേഷൻ ഫീ അടച്ചത്. അത് അവരുടെ ഫുഡിനും അവർക്ക് അവരുടെ ചെലവിനും അവരുടേതായ ചെലവിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ 250 റേഷൻ ഫീ വാങ്ങുന്നത്. അവർക്ക് ഗിഫ്റ്റായിട്ട് ലാസ്റ്റ് ഒരു CD നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു. പെൺകുട്ടികളാരും ഹോട്ടലിലേക്ക് ആരും വിളിപ്പിച്ചിരുന്നില്ല. ഒരു പെൺകുട്ടികളെ പോലും ഹോട്ടലിലേക്ക് വിളിപ്പിച്ചിരുന്നില്ല. അവർ പോസ്റ്റ് വഴിയാണ് നമുക്ക് ഫോട്ടോയും ബയോഡേറ്റയും കംപ്ലീറ്റ് അയച്ചു തന്നുണ്ട്. നേരത്തെയുള്ള വ്യക്തി വൈരാഗ്യത്തിൻ്റെ പേരിൽ തിരുമലയിലിരിക്കുമ്പോൾ ഗോകുമാർ SI ഉദയം എൻ്റെ അടുത്തുള്ള വ്യക്തി വൈരാഗ്യത്തിൻ്റെ പേരിൽ ഓഡീഷൻ ഹാളിൽ വന്ന് ഞാൻ ചന്ദന കേസിൽ പ്രതിയാണെന്ന് ആരോപിക്കുകയും അവിടെ ജനങ്ങളെ പ്രലോഭിപ്പിക്കുകയും ചെയ്തു. യാതൊരു കാരണവുമില്ലാതെ എന്നെ സ്റ്റേഷനിൽ ഹാജരാക്കി എന്നെ റിമാൻഡ് ചെയ്തു. ഞാനിപ്പോൾ ഈ കേസിൽ ജാമ്യത്തിൽ കഴിഞ്ഞു വരികയാണ്. ഒരു പരാതിയും കൂടാതെയാണ് പുനലൂർ പോലീസ് തന്നെ അറസ്റ്റ് ചെയ്ത് മാധ്യമങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ചതെന്നും മാനനഷ്ടവും അപമാനവും ഇതുമൂലം സംഭവിച്ചെന്നും ഉന്നത അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് നജീബ് റൂറൽ SP ക്ക് പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ.
ദേശീയപാതയിൽ പുനലൂർ വാളക്കോടിന് സമീപം കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. 4 പേരുടെ നില ഗുരുതരം. പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാൻ ആംബുലൻസ് സേവനം വൈകിയത് 1 മണിക്കൂർ. പുനലൂരിൽ നിന്നും കലയനാട് ഭാഗത്തേക്ക് പോയ ഓട്ടോറിക്ഷയിലാണ് എതിർദിശയിൽ നിന്നും അമിത വേഗത്തിലെത്തിയ കാറിടിച്ച് അപകടമുണ്ടായത്. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ വാളക്കോടിന് സമീപം തിങ്കളാഴ്ച വൈകിട്ട് 4:30യോടെയാണ് സംഭവം. അപകടത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 4 പേരുടെയും നില ഗുരുതരമാണ്. ഇവരെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. വാളക്കോട് സ്വദേശി സുശീല, കലയനാട് സ്വദേശികളായ സജി, തങ്കമണിയമ്മ, വിഷ്ണുപ്രിയ, വിലാസിനി എന്നിവർക്കാണ് പരിക്കേറ്റത്. അപകട വിവരമറിഞ്ഞ് സ്ഥലത്ത് തടിച്ചുകൂടിയ ഓട്ടോറിക്ഷ തൊഴിലാളികളും നാട്ടുകാരും ചേർന്നാണ് പരിക്കേറ്റവരെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. ഞാനിവിടെ അകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരമാണ് ഈ സൗണ്ട് കേൾക്കുന്നത്. ഈ സൗണ്ട് കേട്ടിട്ട് ഞാൻ വെളിയിൽ ഇറങ്ങി നോക്കിയപ്പോൾ ഈ വണ്ടി മാരുതി ഇറങ്ങുന്നത് റോങ് സൈഡായിട്ട് ഇവിടെ കിടക്കുന്നു. മറ്റേ വണ്ടി ഇടിച്ചിട്ട് ഇറങ്ങുന്നു. പിന്നെ അകത്ത് നോക്കിയപ്പോൾ ഒരു സ്ത്രീക്ക് നല്ല പരിക്ക്, 2 പ്രായമുള്ള സ്ത്രീകൾ, 2 കൊച്ചുങ്ങൾ, ഒരു 16-17 വയസ്സുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഒരു സ്ത്രീയുടെ തല പൊട്ടി തൊലി പൊട്ടി തല ഊട്ടി കാണാമായിരുന്നു ഒരു സ്ത്രീയുടെ. പിന്നെ ഒരു സ്ത്രീക്ക് ഒരു പ്രായമുള്ള സ്ത്രീക്ക് നല്ല പരിക്കുണ്ടായിരുന്നു. കൊച്ചുങ്ങളിൽ ഒരാൾക്ക് ഇച്ചിരി പരിക്കുണ്ട്. മറ്റേ പെൺകുട്ടി തറയിൽ വീണ് കിടക്കുമായിരുന്നു. ഞങ്ങൾ ഇതിനെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഓട്ടോ എല്ലാവരും വിളിച്ച് പെട്ടെന്ന് കൊണ്ടുപോയി ആശുപത്രിയിൽ. പിന്നെ ഈ ഓട്ടോ ഡ്രൈവറുടെ മൂക്കിന്റെ എല്ല് പൊട്ടിയിരിക്കുക, തലയ്ക്കും ചെറിയ പരിക്കുണ്ട്. ഞങ്ങൾ അന്നേരം തന്നെ പെട്ടെന്ന് തന്നെ വണ്ടി വിളിച്ച് പെട്ടെന്ന് ഏർപ്പാട് ചെയ്ത് വിട്ടു. പരിക്കേറ്റവരെ വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകാൻ 1 മണിക്കൂർ വൈകിയാണ് ആംബുലൻസ് സേവനം ലഭ്യമാക്കിയത്. സമരത്തെ തുടർന്ന് പെട്രോൾ പമ്പുകൾ അടച്ചിട്ട കാരണത്താലാണ് വാഹനം ലഭിക്കാതിരുന്നത്. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ അല്പനേരം ഗതാഗതം തടസ്സപ്പെട്ടു. പിന്നീട് പുനലൂർ പോലീസ് എത്തി വാഹനങ്ങൾ മാറ്റിയ ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പട്ടാഴി ദേവീക്ഷേത്ര നടയിൽ ആയിരങ്ങൾ പൊങ്കാലയർപ്പിച്ചു. അഭീഷ്ടകാര്യസിദ്ധിക്കും സർവൈശ്വര്യത്തിനുമായി ദേശത്തിന്റെ നാനാദിക്കുകളിൽ നിന്നുമായി 10,000ങ്ങളാണ് ക്ഷേത്രത്തിലെത്തിയത്. ഐതിഹ്യ പ്രശസ്തി കൊണ്ടും ചരിത്ര പ്രാധാന്യം കൊണ്ടും ശ്രദ്ധേയമായ പട്ടാഴി ക്ഷേത്രത്തിലെ ദേവീനടയിലാണ് 10,000ങ്ങൾ പൊങ്കാല സമർപ്പിച്ചത്. ക്ഷേത്രസന്നിധിക്ക് പുറമെ പരിസര പ്രദേശങ്ങളും പൊങ്കാല അടുപ്പുകൾ കൊണ്ട് നിറഞ്ഞു. ക്ഷേത്ര ചക്രവാളം ദേവീസ്തുതികളും പുകച്ചുരുളുകളും കൊണ്ട് നിറഞ്ഞ് യാഗശാലയായി മാറി. ഹിന്ദു ഐക്യവേദി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ ഭദ്രദീപം തെളിയിച്ചതോടെയാണ് പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായത്. തുടർന്ന് ക്ഷേത്രത്തിന് സമീപത്തെയും സമീപ മേഖലകളിലെയും ആയിരക്കണക്കിന് പൊങ്കാല അടുപ്പുകളിലേക്ക് ദീപം പടർന്നു. ഇതോടെ പട്ടാഴി ദേവീക്ഷേത്ര സന്നിധി യാഗഭൂമിയായി മാറി. ആദിത്യ ഗായത്രി മന്ത്രങ്ങളും വായ്ക്കുരുവയും ക്ഷേത്രാങ്കണത്തിൽ ശബ്ദമുഖരിതമാക്കി. പൊങ്കാല അടുപ്പുകളിൽ മേൽശാന്തിമാർ പൂജയും നിവേദ്യ സമർപ്പണവും നടത്തി. മണിക്കൂറുകൾ നീണ്ട പ്രാർത്ഥനാ നിർഭരമായ കാത്തിരിപ്പിനൊടുവിൽ പൂജാരിമാർ പൊങ്കാല കലശങ്ങൾക്കരികിലെത്തി തീർത്ഥം തളിച്ചതോടെ പൊങ്കാല മഹോത്സവത്തിന് പരിസമാപ്തിയായി. പൊങ്കാല സമർപ്പണത്തിന് പര്യവസാനം കുറിച്ചുകൊണ്ട് നടന്ന പ്രസാദ വിതരണം ദേവസ്വം ബോർഡ് അംഗം സുഭാഷ് വാസു നിർവഹിച്ചു. ചലച്ചിത്ര പിന്നണി ഗായിക ചന്ദ്രലേഖ ആദ്യ പ്രസാദം സ്വീകരിച്ച് ദേവീ സന്നിധിയിൽ സംഗീതാർച്ചന അർപ്പിച്ചു. ഉപദേവതാ ക്ഷേത്ര പരിസരങ്ങൾ എല്ലാം തന്നെ പൊങ്കാല അടുപ്പുകൾ കൊണ്ട് ഭക്തജനങ്ങളെ കൊണ്ടും നിറഞ്ഞു. പത്തനാപുരം, കുന്നിക്കോട് പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസിന്റെ സേവനം പൊങ്കാല മഹോത്സവത്തിന്റെ നല്ല നടത്തിപ്പിന് ഏറെ സഹായകമായി. 10,000ങ്ങൾ പട്ടാഴി ദേവിക്ക് പൊങ്കാല സമർപ്പിച്ച് ആത്മീയ നിർവൃത്തി നേടി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. തലവൂർ തൃക്കുന്നമർകോട് ദേവീക്ഷേത്രത്തിൽ സപ്താഹത്തിന് തുടക്കമായി. നിർധനർക്ക് ഭക്ഷണവും ഭവനവും നൽകുന്ന പദ്ധതി കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ ക്ഷേമത്തിനും ആത്മീയ ഭൌതിക ഐശ്വര്യത്തിനും സപ്താഹയജ്ഞം പോലുള്ള ആത്മീയ ബോധവൽക്കരണ പ്രക്രിയകൾ അനിവാര്യമാണെന്ന് പത്തനാപുരം എംഎൽഎ കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു. തലവൂർ തൃക്കുന്നമർകോട് ദേവീക്ഷേത്രത്തിലെ പൂരത്തിന് മുന്നോടിയായുള്ള സപ്താഹയജ്ഞം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേൾക്കുന്നത് തന്നെ പുണ്യമാണ്, പക്ഷേ അതിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങളാണ് നമ്മളെ പുണ്യത്തിലേക്ക് നയിക്കുന്നത്. നമ്മളിതിലെ ഓരോ വരികൾക്കിടയിലും വാക്കുകൾക്കിടയിലും ആചാര്യൻ പറഞ്ഞിരുന്ന കഥകൾ, ഉദാഹരണങ്ങൾ, ഉപമകൾ, ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളുമായി, നമ്മുടെ ജീവിത കാഴ്ചപ്പാടുകളുമായി പൊരുത്തപ്പെട്ട് പരിശോധിച്ചാൽ ജീവിതത്തിന്റെ ശരികളും തെറ്റുകളും തിരിച്ചറിയാൻ കഴിയും. ശരികളെ മാറ്റി ശരികളെ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടും തെറ്റുകളെ തിരുത്തിക്കൊണ്ടും മുന്നോട്ട് പോകുന്നതാണ് ജീവിത വിജയമാണ്. അത് പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും വൃദ്ധരാണെങ്കിലും
യൗവനത്തിൽ നിൽക്കുന്നവരാണെങ്കിലും നമുക്ക് അനുഭവമായ ഒരുപാട് കാര്യങ്ങൾ ഭഗവാന്റെ കഥയിലൂടെ നാം കേൾക്കുന്നത് നമ്മുടെ കഥയാണ്. തലവൂർ തൃക്കുന്നവർകോട് ദേവസ്വം പ്രസിഡന്റ് സി മനോജ് കുമാർ ചടങ്ങിൽ അധ്യക്ഷനായി. തലവൂർ ദേവസ്വം പുതിയ കാലഘട്ടത്തിന്റെ അനിവാര്യത മനസ്സിലാക്കി ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും സാമൂഹിക സേവന രംഗത്തും കൂടുതൽ സജീവമാകുമെന്ന് ദേവസ്വം പ്രസിഡന്റ് മനോജ് കുമാർ പറഞ്ഞു. ദേവസ്വം സെക്രട്ടറി ജയപ്രകാശ് സ്വാഗതം ആശംസിച്ചു. ശ്രീരാമകൃഷ്ണ മഠം പ്രസിഡന്റ് മോക്ഷ വൃതാനന്ദ മഹാരാജ് ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തി. തലവൂർ ദേവസ്വം ഭരണസമിതി പ്രദേശത്തിന്റെയും പ്രദേശവാസികളുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനുമായി നടത്തിവരുന്ന മഹത് കർമ്മങ്ങൾ ശരിയായ ഈശ്വര സേവ തന്നെയാണെന്ന് സ്വാമി മോക്ഷവൃതാനന്ദ മഹാരാജ് മുഖ്യപ്രഭാഷണത്തിൽ പറഞ്ഞു. ശ്രീദുർഗ ഭവന പദ്ധതിക്കായുള്ള ആദ്യ ചെക്ക് കുമാരി കൃഷ്ണ എസ് നായരിൽ നിന്ന് ഗണേഷ് കുമാർ MLA ഏറ്റുവാങ്ങി. ദേവസ്വം മാനേജർ JK ബിനുകുമാർ, ദേവസ്വം ഖജാൻജി PK മോഹനൻ പിള്ള, വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണ പിള്ള, സപ്താഹ കമ്മിറ്റി കൺവീനർ PG ബാലകൃഷ്ണൻ, യജ്ഞാചാര്യൻ മണ്ണടി ഹരി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. തെന്മല മഹാഗണപതി ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച വെങ്കലമണിയും മണിമണ്ഡപവും സമർപ്പിച്ചു. വിവിധ പൂജാ ചടങ്ങുകളുടെയായിരുന്നു സമർപ്പണ ചടങ്ങ്. 115 കിലോഗ്രാം ഭാരം വരുന്ന മണി തീർത്തും വെങ്കലത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഞായറാഴ്ച രാവിലെ 8 മണിക്ക് ക്ഷേത്രമേൽശാന്തി സച്ചിദാനന്ദൻ പോറ്റിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പൂജാകർമ്മങ്ങൾക്ക് ശേഷമാണ് മണി സ്ഥാപിച്ചത്. ഏകദേശം 1.5 ലക്ഷത്തോളം രൂപ പൊതുജനങ്ങളിൽ നിന്നും സ്വരൂപിച്ചാണ് കൂറ്റൻ മണിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. വിവിധ ദേശങ്ങളിൽ നിന്നും ഭക്തർ ക്ഷേത്രങ്ങളിലെത്തി ചടങ്ങിന് സാക്ഷിയായി. ക്ഷേത്രഭാരവാഹികളായ S സുദർശനൻ, K മനോജ്, ഹരിദാസ്, ശ്രീകുട്ടൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തെന്മല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാത്രികാല പരിശോധനയിൽ 100ഓളം മോഷണക്കേസിലെ പ്രതി പോലീസ് പിടിയിൽ. കല്ലടയാറ്റിൽ കുളിക്കാനിറങ്ങിയ യുവാവിനെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. പത്തനാപുരം മഞ്ചള്ളൂർ ആദങ്കടവിലാണ് സംഭവം. ദേശീയപാതയിൽ വാളക്കോടിന് സമീപം വാഹനാപകടം, 4 പേരുടെ നില ഗുരുതരം. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.